ഹലോ, എല്ലാവർക്കും ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പനീർ റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദാബ സ്റ്റൈൽ പനീർ റെസിപ്പിയാണ്. സാധാരണ എൻ്റെ പനീർ റെസിപ്പീസിൽ ഒന്നും ചേർക്കാത്ത ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇന്നിവിടെ ചേർക്കാൻ പോവുകയാണ്. ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എൻ്റെ മദറിലോ അമ്മയുടെ പനീർ റെസിപ്പിയിൽ ആ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കണ്ടു. അതിനാൽ തന്നെ എൻ്റെ ഈ ദാബ സ്റ്റൈൽ റെസിപ്പിയിലും കൂടി അതൊന്ന് ചേർത്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ എന്താണ് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്നല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികൾ കാണണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലീസ് ഹിറ്റ് ദ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഓൾസോ ദ ബെൽ ഐക്കോൺ. അപ്പോൾ എങ്ങനെയാണ് ദാബ സ്റ്റൈൽ പനീർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഈ റെസിപ്പി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ വേണ്ടത് പനീറാണ്. ഏകദേശം 400 ഗ്രാമോളം പനീർ ഞാനിവിടെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പനീർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ കൂടി ചെക്ക് ചെയ്യുക. ഇനി കടയിൽ നിന്നാണ് പനീർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പനീർ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നീട് വേണ്ടത് 3 പഴുത്ത തക്കാളിയാണ്. തൊലി കളഞ്ഞ് നന്നായി പ്യൂരെ ചെയ്ത് എടുക്കേണ്ടതാണ്. ഒരു വലിയ സവോള ആണ് ഇവിടെ ചെറുതായിട്ട് മുറിച്ച് വച്ചിരിക്കുന്നത്. നാട്ടിലെ സവോളയാണെങ്കിൽ ഒരു 3-4 എണ്ണം വേണ്ടി വരും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് 1 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളക് പൊടി 2.5 ടീസ്പൂൺ. ഇത് ചേർക്കുന്നതിൽ നല്ലൊരു കളറൊക്കെ കറിക്ക് വരുന്നതായിരിക്കും. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. കട്ട തൈരാണ് 3-4 ടേബിൾ സ്പൂൺ. കസൂരി മേത്തി 3 ടീസ്പൂൺ. പച്ചമുളക് 2 എണ്ണം, നല്ല എരിവുള്ളതാണ്. പിന്നീട് വേണ്ടത് ഗീ 3 ടേബിൾ സ്പൂൺ. ഓയിൽ 2 ടേബിൾ സ്പൂൺ. ഉണക്കമുളക് 4 എണ്ണം. 3 ഗ്രാമ്പു, 2 ഏലക്കായ, വലിയൊരു പീസ് കറുവാപ്പട്ട എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. മല്ലിയില ആവശ്യത്തിന്. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലമാവ് അഥവാ ഗ്രാം ഫ്ലോർ 1 ടേബിൾ സ്പൂൺ. എങ്ങനെയാണ് പനീർ മാരിനേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പനീറിലോട്ട് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആയതിനാൽ നല്ല കളറൊക്കെ വരും. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. ഞാൻ ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് പനീറെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു പാൻ എടുത്ത ശേഷം അത് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് നമ്മളുടെ ഗ്രാം ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഗ്രാം ഫ്ലോർ ആണ് ഇവിടെ ഞാൻ പച്ചമണം മാറുന്നിടം വരെ വറുത്തെടുക്കുന്നത്. ബ്രൗൺ ഒന്നും ആവാൻ പാടില്ല. ഇത് ചേർക്കുന്നതിന് നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കൊഴുപ്പ് കിട്ടും. സാധാരണ കശുവണ്ടി പേസ്റ്റ് അല്ലെങ്കിൽ ഓണിയൻ അരച്ചതാണ് ഞാൻ ചേർക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ബേസൻ ഫ്ലോറാണ് ചേർക്കാൻ പോകുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂണോളം ഓയിലും 2 ടേബിൾ സ്പൂണോളം നെയ്യും ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ദാബ സ്റ്റൈൽ പനീറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായ, 4 ഗ്രാമ്പു, പിന്നെ വലിയൊരു പീസ് കറുവാപ്പട്ട ചെറുതായി മുറിച്ചത് എന്നിവ കൂടി ഇട്ട് കൊടുക്കാം. ഈ സ്പൈസസ് ഒക്കെ ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു മണമൊക്കെ കിട്ടും. ഇതിലേക്ക് നമുക്ക് 4 ഉണക്കമുളക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ട് റോസ് സ്മെൽ മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിയണം. കാരണം ഈ റെസിപ്പിയിൽ നമ്മൾ സവോള അരച്ചൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സവോള നല്ല ചെറുതായിട്ട് അരിയേണ്ടതുണ്ട്. ഇനി ഇതെല്ലാം കൂടി പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ച പേസ്റ്റ് കൂടി ചേർക്കാം. ഇനി എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി എന്നിവ കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം കൂടി നല്ലതായിട്ട് പച്ചമണമൊക്കെ മാറണം, എന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഗ്രാം ഫ്ലോർ അഥവാ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കൊടുക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കടലമാവ് ചേർക്കണമെന്ന് ആഗ്രഹമില്ല എങ്കിൽ ഏകദേശം ഒരു 10 കശുവണ്ടി വെള്ളത്തിലോ പാലിലോ ഇട്ട ശേഷം അരച്ചെടുത്ത് ഇതിനകത്തോട്ട് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഏതാണോ നിങ്ങളുടെ പ്രിഫറൻസ് അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ശേഷം അതിലേക്ക് നമുക്ക് പ്യൂരി ചെയ്ത് വച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 3 തക്കാളി നല്ല പഴുത്തത് തൊലി കളഞ്ഞ ശേഷമാണ് ഞാൻ പ്യൂരി ചെയ്തത്. അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കണം. അപ്പോൾ ഈ തക്കാളിയും ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് കമ്പൈൻഡ് ആയിട്ട് വരും. ഏകദേശം 3-4 മിനിറ്റ് വേവിച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ളതിനാലാണ് ഞാൻ 2 പച്ചമുളകാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 3-4 ഇടാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3 ടീസ്പൂണോളം കസൂരി മേത്തി നമ്മൾ കൈ വെച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കസൂരി മേത്തി ചേർക്കുന്നത് ഈ ദാബ സ്റ്റൈൽ പനീർ നല്ലൊരു മണവും രുചിയും കൊടുക്കും. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. ഏകദേശം 3-4 ടേബിൾ സ്പൂണോളം കട്ട തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഏകദേശം 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചത് കുറച്ച് നേരം വേവിക്കാം. ഈ സമയത്ത് നമുക്ക് പനീർ വറുത്തെടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാനിവിടെ ചൂടായ ഒരു പാനിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് വച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുത്ത് ശേഷം വറുത്തെടുക്കാവുന്നതാണ്. പനീർ അധികം ഒന്നും വറുത്തെടുക്കണ്ട, ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് കിട്ടാൽ മതി. കൂടുതൽ വറുത്ത് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് റബ്ബറി ടെക്സ്ചറായിട്ട് മാറുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് മാത്രം മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പനീറിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അത് തുറന്ന് നോക്കുക. ഇപ്പോൾ നല്ലതായിട്ട് ഓയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ആവശ്യമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ വേവിക്കാം. കുറച്ചുകൂടി ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി വേണം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത ശേഷം കുറച്ച് നേരം കൂടി ഞാനിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ തീ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇത് നോക്കണം, അടിക്കൊന്നും പിടിച്ചു പോകരുത്. ഇനിയിപ്പോൾ നല്ലതായിട്ട് ഓയിലൊക്കെ ഇതേ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ആ പനീർ ഇട്ട് കൊടുക്കുക. അതിലെന്തെങ്കിലും കുറച്ച് ഗീ മിച്ചം ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം, ഏകദേശം ഒരു 2 മിനിറ്റോളം. എന്നാലേ ആ പനീറിലേക്ക് ഈ നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങത്തുള്ളൂ.
പക്ഷെ പനീർ അധികം നേരം അങ്ങ് കുക്ക് ചെയ്യരുത്, അത് റബ്ബറി ആയി പോവും. ഏകദേശം ഒരു 2 മിനിറ്റ് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ പനീർ മസാല നന്നായി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നോക്കൂ, എന്ത് നല്ല അടിപൊളി ധാബ സ്റ്റൈൽ പനീറാണ് ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നാനിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് എന്നെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഈ റെസിപ്പി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം ഇതുപോലത്തെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.